കട്ടിപ്പാറ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന അറവ് മാലിന്യ പ്ലാന്റിനെതിരെ സമരം ഘടിപ്പിച്ചിരിക്കുകയാണ് ജനകീയ സമരസമിതി. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ദുർഗന്ധവും മലിനജലവും ഇവിടെ അടുത്തുള്ള ഇരുതുള്ളി പുഴയിൽ ഉൾപ്പെടെ ഒഴുക്കിവിട്ട് വീട്ടുകാർക്ക് കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ? ഞങ്ങളുടെ അവസ്ഥ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. രാത്രി മുതൽ ഞങ്ങളുടെ നേരം ഓരോ ദിവസങ്ങളും ചെല്ലുന്തോറും ഞങ്ങളുടെ കുട്ടികളും ഞങ്ങളും ഒരു കാരണവശാൽ ഞങ്ങൾ കിടന്നുറങ്ങാനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് SLC പരീക്ഷ വരുന്നത്, ആ പരീക്ഷയ്ക്ക് ഇവർക്കൊന്നും വായിച്ച് പഠിക്കാനോ ഒന്നും യാതൊരു നിവൃത്തിയില്ലാതെ പിന്നെ കുട്ടികൾ ഛർദ്ദിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത്. ടീച്ചർ അല്ലെങ്കിൽ അമ്മേ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾ പുസ്തകം വായിക്കാൻ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് SLC പരീക്ഷയാണെന്ന് പറഞ്ഞ് മക്കൾ കരയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഞങ്ങൾ ഇതിനെപ്പറ്റി എന്താ പറയേണ്ടത്? ഞങ്ങൾ ആരോട് പറയണം? കട്ടിപ്പാറ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫ്രഷ് കട്ട് എന്ന കോഴി മാലിന്യ സംസ്കരണ ഫാക്ടറിയാണ് ഇത് അവിടെ 5 വർഷത്തോളമായിട്ടാണ് ഞങ്ങളെ ഈ ഒരു 8 കിലോമീറ്റർക്ക് ഇപ്പുറത്തുള്ള ഓമശ്ശേരി പഞ്ചായത്ത്, താമരശ്ശേരി പഞ്ചായത്ത്, കോടഞ്ചേരി പഞ്ചായത്തിലെ 5000-ഓളം വരുന്ന ജനങ്ങളാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എന്നുവെച്ചാൽ ചെറിയ കുട്ടികൾ ഉൾപ്പെടെ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അലർജി, അതുപോലെ തന്നെ പിന്നെ ഈ കിഡ്നി പേഷ്യൻസ്, പിന്നെ ക്യാൻസർ പേഷ്യൻസ്, ഇവർക്കെല്ലാവർക്കും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. വീടിനുള്ളിൽ ജനലൊരു കുറച്ച് തുറന്നാൽ പോലും അകത്തേക്ക് സ്മെല്ല് കയറിയാൽ പിന്നെ ആ സ്മെല്ല് 2 ദിവസത്തേക്ക് പുറത്ത് പോവില്ല. ഒരു ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ വിവാഹാലോചന, അതേപോലെ വീട്ടിലേക്ക് ആരെയും വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഭക്ഷണം കൊടുക്കാനോ അവർ കഴിക്കില്ല. അപ്പോൾ അത്രയും പ്രയാസം അനുഭവിക്കുന്നത് 5 വർഷത്തോളമായിട്ട് ഈ പ്രയാസം അനുഭവിക്കുന്നത്. ഇപ്പം അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളെല്ലാവരും ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നത് വരെ, ഇന്ന് 17-ാം ദിവസമാണ്, ഇത് കാണുന്നത് വരെ ഞങ്ങൾ ഈ സമരം തുടർന്ന് മുന്നോട്ട് പോകുന്നു മാത്രം. എത്ര കുടുംബങ്ങളെയാണ് ഈ ഒരു പ്ലാന്റ് ബാധിക്കുന്നത്? 4 പഞ്ചായത്തിലെ കുടുംബങ്ങളുണ്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് കട്ടിപ്പാറ പഞ്ചായത്തിലാണ്. ഈ കട്ടിപ്പാറ പഞ്ചായത്തിൻ്റെ നേരെ അക്കരെ ഭാഗത്തുള്ള പുഴേൻ്റെ തീരത്ത്, ഞങ്ങളുടെ ഇരുതുള്ളി പുഴേൻ്റെ തീരത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഈ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ 34 സ്ഥാപനങ്ങളുണ്ട് മൊത്തം. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഈ ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ. അത് 30 ടണ്ണിൻ്റെ കപ്പാസിറ്റി ഉള്ള സ്ഥാപനം. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ മാലിന്യം ഏകദേശം 200 ടണ്ണോളം വരും. 150 ടണ്ണിൻ്റെ മുകളിലാണ്. വ്യക്തമായ കണക്ക് അവരുടെ കയ്യിൽ മാത്രമാണുള്ളത്. അതും അവർ പൂഴ്ത്തിവെക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതൃത്വവും ഈ കോർപ്പറേറ്റ് മുതലാളിയും കൂടി നടത്തുന്ന ഒരു കമ്പനിയാണിത്. ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ വേണ്ടി കരാറെടുത്ത കമ്പനിക്ക് എല്ലാ സഹായവും ചെയ്യുന്നത് ഇവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെയും ശുചിത്വ മിഷനിലെയും അതോടൊപ്പം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, ഈ രാഷ്ട്രീയ നേതൃത്വമൊക്കെയാണ്. ഈ 5 വർഷമായിട്ട് ഈ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ശ്വാസം അടക്കി പിടിച്ചിട്ട് ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ കഴിയില്ല, ഈ ദുർഗന്ധവും പേര് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഞങ്ങളിപ്പോൾ 15 ദിവസമായി ഈ സമരപ്പന്തൽ കെട്ടിയിട്ട് രാത്രിയാകുമ്പോൾ 9:30 മണിക്ക് 10:30 മണിക്കും 11 മണിക്കും ഈ വീട്ടമ്മമാരടക്കമുള്ള ആളുകൾ റോട്ടുമലേക്ക് ഇറങ്ങുകയാണ് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാഞ്ഞിട്ട്. ഇപ്പോൾ ഷീജാബാബു പറഞ്ഞതുപോലെ 50ഓളം ക്യാൻസർ പേഷ്യൻറ്റുകൾ, 45-50ഓളം പിന്നെ ശ്വാസം മുട്ടിൻ്റെ പേഷ്യൻറ്റുകളുണ്ട്. ഇവിടുത്തെ കുട്ടികളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെ ഈ കുട്ടികൾക്ക് ഇനി മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല, നിങ്ങളെ ഈ പ്രദേശത്ത് നിന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി താമസിപ്പിക്കാൻ. അപ്പോൾ ഇത്തരത്തിലൊരു ദുരന്തത്തിലാഴ്ത്തിയിട്ട്, ഒരു നാടിനെ ദുരന്തത്തിലാഴ്ത്തിയിട്ട് ഈ സമയം വരെ ഇതിന് തീരുമാനമാക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അധികൃതർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അധികൃതർ പറയുന്നത് വെച്ചാൽ അവർ ഓരോ ദിവസം ചെല്ലുന്ന സമയത്തും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ കട്ടിപ്പാറ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള ഒരു അറിവ് എന്ന് വെച്ചാൽ, ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് താൽക്കാലം ഇപ്പോൾ MLA പറഞ്ഞതുപോലെ ഇവർ ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. 5 വർഷമായിട്ട് ഇവർ പഠിച്ചുകൊണ്ട് നിൽക്കുകയെന്നാണ്. ഓരോ സമയത്തും ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവർ നമ്മളോട് ഓരോ മുടന്തൻ ന്യായങ്ങളാണ് പറയുന്നത്. ഏറ്റവും വലിയ ഇതിൻ്റെ ഉദാഹരണം, കഴിഞ്ഞ 1-ാം വാർഡിലെ ഗ്രാമസഭയിൽ ഞങ്ങൾ ഇതിനെതിലൊരു പ്രമേയം പാസ്സാക്കി. ഗ്രാമസഭയിൽ 1-ാം വാർഡ് മെമ്പറാണത്. ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കി ഞങ്ങളത് കലക്ടറെ എടുത്ത് കൊടുത്ത് കലക്ടർ അതിനെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസിലേക്ക് അത് അയച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ റെസീറ്റ് അതല്ലെങ്കിൽ മറുപടി അറിയാൻ വേണ്ടി ചെന്നപ്പോൾ ആ ഓഫീസിലേക്ക് ഈ റിപ്പോർട്ട് ഞങ്ങളെ 1-ാം വാർഡ് പാസ്സാക്കിയ, ഗ്രാമസഭ പാസ്സാക്കിയ, ഐക്യകണ്ഠേന പാസ്സാക്കിയിട്ടുള്ള ആ റിപ്പോർട്ട് വരെ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതുവരെ കലക്ടർ ഓഫീസിൽ നിന്ന് പൊങ്ങിപ്പോവാണ്. ഇത്രക്കും വലിയ സ്വാധീനമാണ് ഇവർ ഉദ്യോഗസ്ഥർ നടത്തുന്നത്. ആ രീതിയിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത്. 5 വർഷമായിട്ട് ഞങ്ങളിത് അനുഭവിക്കുന്നത്. ഇപ്പോൾ സാധാരണ ആദ്യഘട്ടങ്ങളിലൊക്കെ എന്തെങ്കിലും സമരപരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ 1-2 ദിവസം ഇവർ അത് നിർത്തിവെക്കേണ്ടത്. ഇപ്പോൾ സമരം നടത്തുന്ന സമയത്ത് ഒന്നുകൂടി ഇതിൻ്റെ
ഇത് സ്മെല്ല് കൂട്ടിക്കൊണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. കൂട്ടത്തിൽ അവിടെ ചെന്ന് എന്തെങ്കിലും സംസാരിക്കാൻ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിലുള്ള കാരണവന്മാരൊക്കെ ചെന്നാൽ ഗുണ്ടകളെ വെച്ചിട്ട് അവർ ഞങ്ങളെ കായികമായിട്ട് നേരിടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ട്. ഇപ്പോൾ ഈ അജ്മൽ പിന്നെ ഈ സമരസമിതിൻ്റെ ഒരു ഭാരവാഹിയാണ്. ഒരു സമയത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വേണ്ടി വാഹനങ്ങളിൽ പിന്നിൽ വന്ന് അദ്ദേഹത്തെ പല രീതിയിൽ ആക്രമിക്കാൻ വരെ അവർ തയ്യാറായി. അതിൻ്റെ പേരിൽ കേസ് ഇന്ന് നടക്കുന്നുണ്ട്. ഇത്തരത്തിലാണ് അവരുടെ പ്രവർത്തനങ്ങളും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ സമീപനങ്ങളും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ മാലിന്യങ്ങളാണ് പുഴയിലൂടെ വരുന്നത്? പുഴയിലൂടെ പിന്നെ സ്മെല്ല് ഒരു വെളുത്ത ഒരു പത പോലെ ഇങ്ങനെ കാണാം. അത് ഞങ്ങൾക്ക് ഒരുപാട് ആളുകൾ കുളിക്കുകയും ഒക്കെ ചെയ്യുന്ന പുഴയാണ്. ഇപ്പോൾ ആരും തന്നെ ആ പുഴയിലേക്ക് ഇറങ്ങാറില്ല. പ്രത്യേകിച്ച് നോമ്പാകുമ്പോൾ എല്ലാ അമ്മമാരും കൂടുതലും പുഴയിലുണ്ടാവില്ല, ഒരുപാട് അലക്കാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ ആരും പുഴയിൽ നിങ്ങൾ പോയി നോക്കിയാൽ എപ്പോൾ വന്ന് നോക്കിയാലും നിങ്ങൾക്ക് ആരെയും കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് കുളിച്ചാൽ അതിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് ഞങ്ങളെ ശരീരം വരെ മണക്കും. വീട്ടിൽ പോയി വീണ്ടും കുളിക്കേണ്ട ഗതികേടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അതുപോലെ ഹെയർ ഓൾസുകൾ വരെ അടച്ചിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങാറ്. ഒരു തുള്ളി ഹെയർ ഓൾസ് പോയാൽ ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല. അത്രയും ഭയാനകരമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഈ രാത്രിയൊക്കെയാണ് അധികവും സമരങ്ങളുമായിട്ടൊക്കെ റോഡിലേക്ക് ഇറങ്ങുന്ന തൊട്ട് പിന്നെ രാത്രി തുടങ്ങുക. ഏത് പാതിരാക്ക് നമ്മൾ എണീച്ചാലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. രാവിലെ 10 മണിയായാലും ഈ മണം മാറുന്നില്ല. അത് രാത്രിയിലാണ് ഇവർ പുഴയിൽ ഒഴുക്കി വിടുന്നത്. ആ മണം കാരണം നമുക്ക് പുഴയിലും പോകാൻ പറ്റില്ല. ഒരുപാട് ആളുകൾ ആ പുഴയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അവർക്കൊന്നും നല്ല വെള്ളം കുടിക്കാനോ കുളിക്കാനോ കഴിയുന്നുമില്ല. എന്താ ഇനിയുള്ളൊരു സമരസമിതിയുടെ ഒരു ഭാവി പ്ലാൻ എന്താ? ഈ ഫ്രഷ് കട്ട് എന്ന പ്രസ്ഥാനം അടച്ചു പൂട്ടുന്നത് വരെ ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. ഈ ഫ്രഷ് കട്ട് എന്ന പ്രസ്ഥാനത്തിൽ ജീവവായു ഞങ്ങളെ ജനങ്ങൾക്ക് കിട്ടണം. കാരണം അവർ എല്ലാ നിയമ നടപടികളും തെറ്റിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഒന്നാമത് അവർ ഫ്രീസർ ടു ഫ്രീസറാണ്. കടകളിൽ ഫ്രീസർ വെക്കണം, ഇവരെ വണ്ടികളിൽ ഫ്രീസർ വെക്കണം. 30ഓളം വണ്ടികളുണ്ട്. 6 വണ്ടിക്കാണ് ഫ്രീസർ ഉള്ളത്. ബാക്കി 24 വണ്ടിക്കും ഫ്രീസറില്ല. പിന്നെ ഉദ്യോഗസ്ഥന്മാർ ഇവരെ നല്ല സഹായിക്കുന്നുണ്ട്. മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ തൊട്ട് അവരെ സഹായം കൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. കാരണം നേരത്തെ MLA പറഞ്ഞ പോലെ കട്ടിപ്പാറ പഞ്ചായത്ത് അനുമതി കൊടുത്ത് 5 വർഷത്തേക്കാണ്. ഇപ്പോൾ പുതുക്കി കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പഞ്ചായത്ത് എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളെ ജനങ്ങൾക്ക് ജീവൻ കിട്ടണം. കാരണം ഒരുപാട് രോഗികളുള്ള, നിങ്ങൾ നേരത്തെ ചോദിച്ച പ്രകാരം 4 പഞ്ചായത്തുകളിലായിട്ട് ഏകദേശം ഈ 17 ദിവസം കൊണ്ട് 10,000-കണക്കിന് ആളുകൾ ഇവിടെ വന്ന് സൈൻ ചെയ്ത് പോയവരാണ്. അത്രത്തോളം ജനപങ്കാളിത്തത്തോടുള്ള സമരമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അടുത്തത് ഞങ്ങൾ കട്ടിപ്പാറ പഞ്ചായത്തിലേക്കാണ് ഞങ്ങളുടെ സമരം. അതുപോലെ പൊല്യൂഷൻ കൺട്രോളിലേക്ക് വിളിക്കുന്ന നേരം അവർ പറയുന്ന വർത്താനുണ്ട്, നിങ്ങൾ കോയിറച്ചി കൂട്ടുന്നത് നിർത്തിക്കാളി, എന്നാൽ വിഷയമല്ലല്ലോ, എന്നാൽ പ്രശ്നമല്ലല്ലോ എന്നുള്ളതാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി. ഇതുപോലാണ് പല അധികാരികളിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടുന്ന മറുപടി. കാരണം ഇവർ പണത്തിൻ്റെ സ്വാധീനമുണ്ട്, ഇവർക്ക് ഗുണ്ടാ സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളെ എത്രത്തോളം ദ്രോഹിക്കാൻ കഴിയുന്ന അത്രത്തോളം ദ്രോഹിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയ മേലധികാരികളൊക്കെ ഞങ്ങൾ തേടി ഇങ്ങോട്ട് വരുന്നത്. ഇതുവരെ രാഷ്ട്രീയക്കാരൊക്കെ ഞങ്ങൾ 5 വർഷം കെഞ്ചിയിട്ടും ഇവരാരും യാതൊരു രീതികളിലും ഇടയ്ക്കിടയ്ക്ക് ഒരു 2 ദിവസമോ 3 ദിവസമോ എന്തെങ്കിലും സമരപരിപാടിക്ക് മുന്നിലുണ്ടാവും ഒരു ഉദ്ഘാടനം ചെയ്ത് പോയതല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ജനങ്ങൾ ഒന്നായിട്ട് ഇറങ്ങി ഈ സമരം പമ്പിച്ച വിജയത്തിലേക്ക് പോവുകയാണ്. ഇനിയും ഞങ്ങളിത് പൂട്ടിക്കഴിഞ്ഞിട്ടേ ഞങ്ങളിത് നിർത്തൂ. 4 പഞ്ചായത്തിലെ 3000-ഓളം വരുന്ന ആളുകൾക്കാണ് സ്വസ്ഥമായി വീടുകളിൽ പോലും കിടന്നുറങ്ങാൻ കഴിയാത്തത്. രാത്രിയിൽ പോലും ദുർഗന്ധം വമിച്ചുകൊണ്ട് റോഡ് ഉപരോധിക്കുന്നതടക്കമുള്ള സമരപരിപാടികളിലേക്ക് കടക്കുമ്പോഴും അധികൃതർ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റ് പൂട്ടുന്നതുവരെ ഈ സമരം തുടരുമെന്ന് തന്നെയാണ് സമരസമിതിയും വ്യക്തമാക്കുന്നത്. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനോടൊപ്പം ഫൈസൽ നെടുമ്പാല, മീഡിയ 1 കോഴിക്കോട്.